നമസ്കാരം. കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ 11ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കിർച്ചോഫ്സ് റൂൾസ് ആണ്. ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് അനലൈസ് ചെയ്യാൻ ഈ റൂൾസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗസ്റ്റവ് റോബർട്ട് കിർച്ചോഫ് എന്ന ജർമ്മൻ സയൻറ്റിസ്റ്റാണ് ഈ റൂൾസ് പ്രപ്പോസ് ചെയ്തത്. 2 റൂൾസാണുള്ളത്, കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ ആൻഡ് സെക്കൻഡ് റൂൾ. അത് ഓരോന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. അതിനു മുമ്പ്, റൂൾസിലേക്ക് കടക്കുന്നതിന് മുമ്പ്, വി ഹാവ് ടു യൂസ് സർട്ടൻ സൈൻ കൺവെൻഷൻസ്. ഈ റൂൾസ് അപ്ലൈ ചെയ്യാൻ നമുക്ക് ചില സൈൻ കൺവെൻഷൻസ് യൂസ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ സൈൻ കൺവെൻഷൻ, ഒന്നാമത്തെ പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ദ കറന്റ് എൻറ്ററിങ് ദ ജംഗ്ഷൻ ഇസ് ടേക്കൺ ടു ബി പോസിറ്റീവ് വൈൽ ദ കറന്റ് ലീവിങ് ദ ജംഗ്ഷൻ ഇസ് ടേക്കൺ ടു ബി നെഗറ്റീവ്. അതായത് ഒരു സർക്യൂട്ടിലെ ഒരു പെർട്ടിക്കുലർ ജംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട് എല്ലാം പോസിറ്റീവായിട്ടും ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കറണ്ട് എല്ലാം നെഗറ്റീവായിട്ടുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ സൈൻ കൺവെൻഷൻസ് എല്ലാം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇത്ര അറിഞ്ഞിരിക്കുക. അതായത് വെൻ യു കൺസിഡർ ദ ജംഗ്ഷൻ ഓഫ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്, the currents entering the junction is positive and the current leaving the junction is taken to be negative. In a closed mesh, if it traverses in the direction of current, the product of current and the corresponding resistance is taken as positive, otherwise negative. Closed mesh means closed loop. Kirchhoff's second rule loopine consider ചെയ്തുകൊണ്ടുള്ളതാണ്. ഓക്കെ, loop means a closed circuit. Closed mesh means closed circuit. ഇങ്ങനെയുള്ളൊരു ക്ലോസ്ഡ് സർക്യൂട്ടിനെ സംബന്ധിക്കുന്നതാണ് സെക്കൻഡ് ലോ ഓർ സെക്കൻഡ് റൂൾ. അതിലുള്ള സൈൻ കൺവെൻഷൻ എന്താണ്? നമ്മൾ ഇഫ് യു മൂവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറൻറ്റ്, ദ പ്രോഡക്റ്റ് ഓഫ് കറൻറ്റ് ആൻഡ് റെസിസ്റ്റൻസ്, അതായത് I into R, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഓക്കെ, ദാറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്, അതർവൈസ് നെഗറ്റീവ്. ഈ സൈൻ കൺവെൻഷനും നമ്മൾ എക്സാമ്പിൾ എടുക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ മൂന്നാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ്. സൈൻ കൺവെൻഷൻ മൂന്നാമത്തെ പോയിന്റ്. ഇഫ് വി ട്രാവേഴ്സ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ഇലക്ട്രോഡ് ഓഫ് ദ സെൽ ത്രൂ ദ ഇലക്ട്രോലൈറ്റ്, ദെൻ EMF ഇസ് ടേക്കൺ ടു ബി പോസിറ്റീവ്, അതർവൈസ് നെഗറ്റീവ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സൈൻ കൺവെൻഷനെ കുറിച്ചാണ്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഒരു EMF അല്ലെങ്കിൽ ഒരു സെല്ല് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർക്യൂട്ടിലുണ്ടെങ്കിൽ ആ EMFന് നമ്മൾ കൊടുക്കേണ്ട സൈൻ കൺവെൻഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ 3 points are there in the sign convention. The first one is about current, second one is about the PDs, the potential differences across the resistors, and the third one is about the EMF. ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ if you have an EMF, a cell, then how you have to apply the sign convention. Okay, here if we move from the negative electrode to the positive electrode through the electrolyte, so negative to positive through the electrolyte, അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ then EMF is positive, otherwise negative. Kirchhoff's first rule or first law, it is also known as junction rule. Okay, Kirchhoff's first rule junction rule എന്നും അറിയപ്പെടുന്നുണ്ട്. Now the rule states that at any junction the sum of the currents entering the junction is equal to the sum of currents leaving the junction. ഇതാണ് കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ, ഓക്കെ, ഓർ ഫസ്റ്റ് റൂൾ. എന്താണ് ഫസ്റ്റ് റൂൾ? എന്താ പറയുന്നത്? ഒരു ജംഗ്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു കൺസിഡർ ദ ജംഗ്ഷൻ ഓഫ് എൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്, the total current coming to the junction is equal to the total current going out of the junction. ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന കറൻറ്റും ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കറൻറ്റും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ദ നെറ്റ് കറൻറ്റ് അറ്റ് എനി ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു 0. ആ ഒരു രീതിയിൽ നമുക്ക് ഈ റൂൾ സ്റ്റേറ്റ് ചെയ്യാം. ദ നെറ്റ് കറൻറ്റ് അറ്റ് എനി ജംഗ്ഷൻ ഓഫ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഇസ് ഈക്വൽ ടു 0. So if you consider any junction of an electrical circuit, the net current is equal to 0, or the total current coming towards the junction is equal to the total current leaving the junction.
ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ജംഗ്ഷൻ റൂളിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. So we'll consider junction rule with the help of a circuit. Consider this circuit. You have two cells. Current I3 is going from this cell, I3. Then I2 is coming out of this cell. Okay. Then you have junctions. We'll consider junction A. This is junction A. At junction A, current I3 is coming in. And I1 and I2 are leaving the junction. See, at junction A, I3 is coming to the junction or entering the junction. I2 and I1 are leaving the junction. So, using junction rule, you can write current entering the junction is equal to current leaving the junction. What is the current entering the junction? It is I3. And what is the current leaving the junction? It is I1 plus I2. Okay, so we can write I3 equal to I1 plus I2. Is it clear? So, junction rule states that total current entering the junction is equal to total current leaving the junction. Similarly, you consider another junction D. D is another junction. Current I1 is coming to D, current I2 is coming to D, and current I3 is leaving D. So what is the total current entering D? That is I1 plus I2 again. And what is the total current leaving junction D? It is I3. So അതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞ ആദ്യം കിട്ടിയ അതേ ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. I1 plus I2 is equal to I3. Total current entering the junction is equal to total current leaving the junction. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. I1 plus I2 minus I3 equal to 0. That is, the net current at the junction is equal to 0. Right? I1 plus I2 minus I3. I1 plus I2 current entering the junction ആണ്. I3 current leaving the junction ആണ്. So total current or the net current at any junction of an electrical circuit is equal to 0. Whatever current is coming to the junction, the same current will leave the junction. That's what junction rule tells you. Is that clear? Okay. ഇനി ഈ സർക്യൂട്ടിൽ ജി എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്യൂ. ജി ഒരു ജംഗ്ഷൻ അല്ല, ബട്ട് ഇറ്റ്സ് എ പോയിന്റ് ഓൺ ദ സർക്യൂട്ട്. Now what is the current entering G? ജിയിലേക്ക് എത്തിച്ചേരുന്ന കറൻറ്റ് ഏതാണ്? I1 അല്ലേ? അതുപോലെ ജിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കറൻറ്റ് ഏതാണ്? Again it is I1. Okay, so current entering G is I1, current leaving G is I1. That means the current entering G is equal to current leaving G. അപ്പോൾ this is true for any point in the circuit. Loop rule. The loop rule states that, loop rule or Kirchhoff's second rule or Kirchhoff's second law states that the algebraic sum of products of currents and resistances in the loop is always equal to the algebraic sum of different EMFs in that loop. Okay? അതായത് when you consider a closed loop, you consider the PDs, the potential differences, on one side and the EMFs on the other side. Okay, what is potential difference? It is I into R. PD, voltage, V equal to I into R. Okay, so that's what the first part of this statement gives you. The algebraic sum of products of current and resistances. Product of current and resistance means I into R. That is PD. Algebraic sum of products of currents and resistances means sum of all PDs. Okay, so sum of I into R. What is that equal to? It is always equal to the algebraic sum of different EMFs in that loop. Okay, so sum of all PDs equal to sum of all EMFs. അത് ശരിയാണ്. കാരണം ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന വിവിധ PDs, പൊട്ടൻഷ്യൽ ഡിഫറൻസസ് ഒക്കെ എവിടെ നിന്ന് വരുന്നതായിരിക്കും? ആ സെല്ലിൻ്റെ EMF, ആ എനർജി സ്പെൻഡ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്നതായിരിക്കും.
So this is another form of law of conservation of energy. Whatever energy is given by the cell, the same energy is spent across different resistors in the form of the potential differences. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞു, when current passes through a resistor, some energy is spent across the resistor in order to overcome the obstruction, and that energy comes from the cell. അപ്പോൾ അത് തന്നെ മറ്റൊരു രീതിയിലാണ് ഈ ലൂപ്പ് റൂളിൽ പറയുന്നത്. അത് തന്നെയാണ്, വാട്ട് എവർ എനർജി ഈസ് ഗിവൺ ബൈ ദ സെൽ, that is in the form of its EMF, that same energy is spent as the PDs across different resistors in the circuit. സെല്ല് സപ്ലൈ ചെയ്യുന്ന മുഴുവൻ എനർജിയും സർക്യൂട്ടിലുള്ള റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസസ് ആയിട്ട് മാറുന്നു. സോ സം ഓഫ് IR ഈക്വൽ ടു സം ഓഫ് E, സിഗ്മ IR ഈക്വൽ ടു സിഗ്മ E. Okay, so same thing you can state in another way. In any closed loop, the algebraic sum of all potential differences is equal to the algebraic sum of all EMFs. Right? So this is loop rule. So ഈ Kirchhoff's rules രണ്ടും, the junction rule and loop rule, both are very very important. ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനിയുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് അനലൈസ് ചെയ്യുക. സോ വെനെവർ യു അനലൈസ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്, യൂഷ്വലി വി യൂസ് Kirchhoff's ജംഗ്ഷൻ റൂൾ ആൻഡ് ലൂപ്പ് റൂൾ. ഈ രണ്ട് റൂളുകൾ ഉപയോഗിച്ചിട്ട് യു ക്യാൻ അനലൈസ് എനി കൈൻഡ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. സോ നൗ വിൽ കൺസിഡർ ലൂപ്പ് റൂൾ. ലൂപ്പ് റൂൾ എന്താണ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ടോട്ടൽ EMF ഇൻ എ സർക്യൂട്ട് ഇസ് ഈക്വൽ ടു ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സമ്മേഷൻ E ഈക്വൽ ടു സമ്മേഷൻ IR. ഓക്കെ, ഇനി അത് നമ്മളൊരു എക്സാമ്പിൾ, ഒരു സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് ലൂപ്പ് റൂൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Now consider the circuit. In this circuit, you have 5 resistors, R1, R2, R3, R4, R5. There are 2 cells, E1 and E2. Okay, and we have named the circuit. സർക്യൂട്ടിനെ നെയിം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ലൂപ്പ് കൺസിഡർ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നെയിം ചെയ്തിട്ടുള്ളത്. ദെൻ current I3 is coming out of E1, current I2 is coming out of E2. Okay, now at the junction, current I3 is coming to the junction and I1 and I2 are leaving the junction. നമ്മൾ ഇതേ സർക്യൂട്ടാണ് ഇപ്പോൾ ജംഗ്ഷൻ റൂള് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഉപയോഗിച്ചത്. അപ്പോൾ I3 is the current entering A, I2 and I1 are current leaving the junction. Ini, if you consider junction D, currents I1 and I2 are entering the junction and current I3 is leaving the junction. Okay, so circuit is clear, right? Now we are going to consider a loop. Loop means a closed circuit. ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യാൻ പോവാണ്. സോ വിൽ കൺസിഡർ ലൂപ്പ് ABCDA. ഈ ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ലൂപ്പ് ഒന്ന് ശ്രദ്ധിക്കുക, ABCDA. This is a closed loop or a closed circuit. ഇനി നമ്മൾ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യേണ്ടത്, അതായത് if you want to apply loop rule to a loop, what you have to do is identify the PDs in the loop and the EMFs in the loop. ആ ലൂപ്പിലുള്ള PD, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ആ ലൂപ്പിലുള്ള EMF എന്ന് പറഞ്ഞാൽ സെൽ, EMF എന്ന് പറയുമ്പോൾ സെല്ലിൻ്റെ പ്രസൻസ് ഉള്ളിടത്താണ് EMF ഉണ്ടാവുക. EMF ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. So in this loop you can identify the PDs. Which all PDs you have? There is a PD across R1, there is a PD across R2, there is a PD across R3. Right? So എവിടെ യു ഹാവ്, എവിടെയാണ് നമുക്ക് റെസിസ്റ്റേഴ്സ് ഉള്ളത് അവിടെയൊക്കെ നമുക്ക് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും. സോ വാട്ട് ഇസ് ദ PD across R1? It is I1 R1. What is PD across R2? It is I3 R2. And what is PD across R3? It is I3 R3. Okay, PD എന്ന് പറഞ്ഞാൽ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ ഇൻ ടു റെസിസ്റ്റൻസ്, അതാണ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. അപ്പോൾ ഏത് റെസിസ്റ്ററാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആ റെസിസ്റ്ററിലൂടെയുള്ള കറന്റ് എന്താണെന്ന് നോക്കുക, ഇൻ ടു ആ റെസിസ്റ്റൻസ്. ദാറ്റ് വിൽ ഗിവ് യു ദ PD. സോ I1 R1 ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ്,
I3 R2 ഇതിലൂടെയുള്ള കറണ്ട് I3 ആണ്. സോ I3 R2, ഇവിടെ R3യിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് I3 R3. ഓക്കെ, ആൻഡ് ഇവിടെയുള്ള EMF ഏതാണ്? ഒറ്റൊരു സെല്ല് മാത്രമേ ഈ ലൂപ്പിലുള്ളൂ. സോ EMF ഇസ് E1. ഓക്കെ, ഇനി നമ്മൾ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ഇവിടെ ലൂപ്പ് റൂൾ ചെയ്യാൻ പറ്റുക. ഒരു ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ഒരു സൈഡിൽ നിങ്ങൾ എല്ലാ EMF എഴുതുക, മറ്റേ സൈഡിൽ യു ക്യാൻ റൈറ്റ് ഓൾ ദ പൊട്ടൻഷ്യൽ ഡ്രോപ്സ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ് EMF ഏതൊക്കെയാണ് PD എന്നറിയാമല്ലോ, അത് രണ്ട് സൈഡിലായിട്ട് എഴുതാം. നോക്കൂ എങ്ങനെയാണ് എഴുതാൻ പോകുന്നത് നോക്കൂ. സോ വി ആർ കൺസിഡറിങ് ലൂപ്പ് ABCDA. ആ ലൂപ്പിൽ യു ആർ റൈറ്റിംഗ് ഓൾ PDs ഓൺ വൺ സൈഡ്. ഞാനിവിടെ പ്ലസ് മൈനസ് ഒന്നും ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ എഴുതിയത്. ഏതൊക്കെയാണ് PDs എന്നുള്ളത് നമ്മളിവിടെ എഴുതി. I1 R1 ഉണ്ട്, ദെൻ I3 R2 ആൻഡ് I3 R3. ഈ 3 പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ് ഒരു സൈഡിൽ നമ്മൾ എഴുതിയത്. ഓൺ ദി അതർ സൈഡ് വി ഹാവ് റിട്ടൺ ദി EMF, ഓൺലി 1 EMF ഇൻ ദാറ്റ് ലൂപ്പ്, സോ E1. ഇനി നമ്മൾ ചെയ്യുന്നത് സൈൻ കൺവെൻഷൻ. യു ക്യാൻ അപ്ലൈ ദ സൈൻ കൺവെൻഷൻ. ഓക്കെ, സൈൻ കൺവെൻഷൻ എന്തായിരുന്നു? വെൻ you are moving along the direction of current, the PD or the current is taken as positive, otherwise negative. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? when you are moving along ABCDA, you consider the circuit once more. Consider the circuit. So here ABCDA ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ യു ആർ മൂവിങ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് I1, റൈറ്റ്? I1ൻ്റെ അതേ ഡയറക്ഷനിലല്ലേ നമ്മൾ പോകുന്നത്. സോ PD അക്രോസ് R1 is I1 R1, ഇറ്റ് ഈസ് പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ്. ഇനിയുള്ള PD ഏതാണ്? I3 R3. സി നമ്മൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ നോക്കൂ, ABCDA. DA എന്ന് പറഞ്ഞാൽ I3യുടെ അതേ ഡയറക്ഷനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള PD എന്തായിരിക്കും? I3 R3, ഇറ്റ് ഈസ് പോസിറ്റീവ്. ഓക്കെ, സിമിലർലി I3 R2, അതായത് കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. ഓക്കെ, സോ നൗ ദ ഇക്വേഷൻ ബിക്കംസ് I1 R1. So in that loop, you can write I1 R1 plus I3 R2 plus I3 R3. Okay, here we have applied the sign convention and you got the left hand side of the equation. Now equal to E1, the right hand side. EMF in the sign എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? Sign convention what you have to do is, if we are moving from negative terminal of the cell to the positive terminal through the electrolyte, then EMF is positive. Now see the സർക്യൂട്ടിൽ നമ്മൾ മൂവ് ചെയ്ത് എങ്ങനെയാണ് നോക്കൂ, ABCDA. സോ യു ആർ മൂവിങ് ഫ്രം D to A അല്ലേ? ഡിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ സെല്ല് ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്രം നെഗറ്റീവ് ടെർമിനൽ ടു ദ പോസിറ്റീവ് ടെർമിനൽ ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് ഈ നെഗറ്റീവിനും പോസിറ്റീവിനും ഇടയിലുള്ള സ്പേസ് ദാറ്റ് ഡിനോട്ട്സ് ദി ഇലക്ട്രോലൈറ്റ് ഓഫ് ദ സെൽ. So we are moving from negative terminal to positive terminal through the electrolyte. അങ്ങനെ ആവുമ്പോൾ EMF should be taken as positive. So our equation becomes I1 R1 plus I3 R2 plus I3 R3 equal to E1. Okay, so for the first loop you get this equation. Is that clear? Now we'll consider loop ABCDEFA. See the figure? ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൂപ്പ് നോക്കൂ, ABCDEFA. ഈ ലൂപ്പിലാണ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലൂപ്പ്, ഈ ഔട്ടർ ലൂപ്പ്, ഓക്കെ, അതിലുള്ള റെസിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? R1, R5, R4. 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അതിലുള്ള EMF ഏതാണ്? E2. ഓക്കെ, സോ ഈ ലൂപ്പിൽ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ, സപ്പോസ് യു ആർ അപ്ലൈങ് ലൂപ്പ് റൂൾ, വാട്ട് ബി ദ ഇക്വേഷൻ? ഫൈൻഡ് ഔട്ട് ഓൾ ദ PDs ഇൻ ദ ലൂപ്പ്. എവിടെയൊക്കെ റെസിസ്റ്റേഴ്സ് ഉണ്ടോ അവിടെയൊക്കെ യു വിൽ ഗെറ്റ് ദ PD. സോ യു ഹാവ് I1 R1, PD across R1. ഓക്കെ, ദെൻ I2 R5, R5 across ഉള്ള PD. ദെൻ I2 R4, 3 PDs ആണുള്ളത്. ഓക്കെ, സോ നൗ ഹൗ വിൽ യു റൈറ്റ് ദ ഇക്വേഷൻ? എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ PDs
മാത്രം എഴുതിയിരിക്കുകയാണ് ഒരു സൈഡിൽ I1 R1, then I2 R5 and I2 R4. 3 PDs one side. And on the other side we have written the EMF. EMF ഏതാണ്? ഒരു EMF മാത്രമേ ഉള്ളൂ ആ ഒരു ഔട്ടർ ലൂപ്പിൽ, that is E2. ഓക്കെ, ഇനി we will apply the sign. എങ്ങനെയാണ് സൈൻ അപ്ലൈ ചെയ്യുക? I1 R1 നോക്കൂ, നമ്മൾ പോകുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ട്, നമ്മൾ ലൂപ്പിൽ മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ട് ഫ്ലോ. സോ I1 R1 പോസിറ്റീവ്. ഇനി വാട്ട് അബൌട്ട് I2 R5? ഇവിടെ ശ്രദ്ധിക്കുക, നോക്ക്, I2 R5 നമ്മൾ മൂവ് ചെയ്യുന്നത് CDEF ഈ റൂട്ടിലാണ്. പക്ഷെ കറണ്ട് എങ്ങനെയാ? കറണ്ട് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, കറണ്ട് ഫ്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അവിടെ നമ്മൾ കറണ്ട് ഷുഡ് ബി ടേക്കൺ ആസ് നെഗറ്റീവ്. ഓക്കെ, സോ I2 R5 ഷുഡ് ബി നെഗറ്റീവ്. വാട്ട് അബൌട്ട് I2 R4? അവിടെയും അത് അങ്ങനെ തന്നെയാണ്. സി, കറണ്ട് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് വി ആർ മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, സോ ഈ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ അവിടെ I2 R4 ഷുഡ് ബി ടേക്കൺ ആസ് നെഗറ്റീവ്. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ? സി ദ ഇക്വേഷൻ: I1 R1 positive, I2 R5 negative, then I2 R4 also negative. Okay, so the equation is I1 R1 minus I2 R5 minus I2 R4 equal to E2. E2 ന്റെ സൈൻ എന്തായിരിക്കും നോക്കൂ. E2 ന്റെ സൈൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? You are moving from A, B, C, D, E, F. ഓക്കെ, സോ E2 ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് അല്ലേ? EFA ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. സോ E2 നമ്മൾ ക്രോസ് ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ്. സോ E2 ഷുഡ് ബി ടേക്കൺ ആസ് നെഗറ്റീവ്. ഇറ്റ് ഈസ് മൈനസ് E2. സോ ദ ഇക്വേഷൻ ഈസ് I1 R1 minus I2 R5 minus I2 R4 equal to minus E2. Okay, that is the equation for the second loop. Now we will consider the loop D, A, F, E, D. Okay, in this loop we are going to apply loop rule. So first you find out the resistors in the loop. The resistors are R2, R3, R4, R5. 4 resistors ഉണ്ട്. അപ്പോൾ അതിനൊക്കെ അക്രോസ് ഉള്ള PD R2, I3, R2, that is PD across R2. ഇവിടെ I3 R3, R4 വരിക I2 R4, R5 I2 R5. Okay, now we are going to apply loop rule. So write all PDs on one side and all EMFs on the other side. So see the equation: I3 R2 plus I3 R3 plus I2 R4 plus I2 R5 equal to, there are 2 EMFs in the circuit, E1 and E2. So you will get E1 plus E2. Okay, sign convention apply ചെയ്യുമ്പോൾ എല്ലാം പോസിറ്റീവ് ആണ്. നോക്കൂ എങ്ങനെയാണ് ഓരോന്നും പോസിറ്റീവ് ആവുന്നത് നോക്കൂ. See, I3 R3 പോസിറ്റീവ്. നമ്മൾ പോകുന്നത് DAFED ഈ രീതിയിലാണ് നമ്മൾ സർക്യൂട്ടിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ I3 R3 പോസിറ്റീവ് ആണ്. വി ആർ മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ദെൻ I3 R2 പോസിറ്റീവ് ആണ് ബിക്കോസ് വി ആർ മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ദെൻ I2 R4 പോസിറ്റീവ്. I2ൻ്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ദെൻ I2 R5 പോസിറ്റീവ്. ഓക്കെ, സോ ഓൾ PDs ആർ പോസിറ്റീവ്. ഇനി EMF നോക്കൂ, E1 E2 രണ്ട് EMF ആണുള്ളത്. DA മൂവ് ചെയ്യുമ്പോൾ D2A മൂവ് ചെയ്യുമ്പോൾ E1 നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനലാണ് മൂവ് ചെയ്യുന്നത്. സോ E1 ഇസ് പോസിറ്റീവ്. ഇനി DAFE, ഇപ്പോൾ E2 നമ്മൾ ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? F to E, അതും നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനലാണ്. ഓക്കെ, സോ E2 പോസിറ്റീവ് ആണ്. അപ്പോൾ E1 E2 രണ്ട് പോസിറ്റീവ് ആണ്. സോ ദ ഇക്വേഷൻ ഇസ് I3 R2 plus I3 R3 plus I2 R4 plus I2 R5 equal to E1 plus E2. So using Kirchhoff's loop rule, you can
consider any number of loops in the circuit and you can write the equations, and solving those equations you can find out the current passing through various branches. Okay, അപ്പോൾ ഇതുപോലെ ഒരു സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ സപ്പോസ് യു ആർ ഗിവൺ ദ ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് സം റെസിസ്റ്റേഴ്സ് ആൻഡ് കറണ്ട്. ചില റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം, കറണ്ട് അല്ലെങ്കിൽ EMF തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഡിഫറെൻറ്റ് ലൂപ്സ് കൺസിഡർ ചെയ്തിട്ട് ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞാൽ ആ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ കറണ്ട് പാസിങ് ത്രൂ വേരിയസ് ബ്രാഞ്ചസ് ഓഫ് ദ സർക്യൂട്ട്. ഈ പല ബ്രാഞ്ചിലൂടെ ഒഴുകുന്ന കറണ്ട് നമുക്ക് ഈ കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെയുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ കിർച്ചോഫ്സ് ലോസ് ആണ് നമ്മൾ പറഞ്ഞത്. കിർച്ചോഫ്സ് ലോസ്, ഫസ്റ്റ് വൺ ജംഗ്ഷൻ റൂൾ, സെക്കൻഡ് വൺ ലൂപ്പ് റൂൾ. ആ രണ്ട് റൂൾസും രണ്ട് ലോസും എങ്ങനെയാണ് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് കണ്ടത്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ മുൻ ക്ലാസ്സുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ലിങ്കുകളും ലഭ്യമാണ്. കഴിഞ്ഞ 10 ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ്സുകൾ കാണുക. ആൻഡ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്ദി.